തിരുവനന്തപുരം കളിയിക്കാവിളയിൽ ക്വാറി ഉടമയെ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയത് കൊടും ക്രിമിനലാണ്. 50ഓളം കേസുകളിലെ പ്രതിയാണ് അറസ്റ്റിലായ മലയം സ്വദേശി അമ്പിളി എന്ന സജികുമാർ. സംഭവം നടന്ന് 24 മണിക്കൂർ പിന്നിടും മുൻപ് പ്രതി പിടിയിലായെങ്കിലും കേസിൽ ഇപ്പോഴും ചില അവ്യക്തതകളുണ്ട്. പണം കവർച്ച ചെയ്യാനാണ് കൊല നടത്തിയതെന്നാണ് പ്രതിയുടെ മൊഴി. എന്നാൽ എവിടെ വെച്ചാണ് ഇയാൾ കൊല്ലപ്പെട്ട ദീപുവിന്റെ വാഹനത്തിൽ കയറിയതെന്നും ഇരുവരും തമ്മിൽ എന്താണ് ബന്ധമെന്നോ കണ്ടെത്താൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. കളിയിക്കാവിള പോലീസ് സ്റ്റേഷന് 200 മീറ്റർ അകലെ നടന്ന കൊലപാതകത്തിൽ നിർണായകമായത് CCTV ദൃശ്യങ്ങളാണ്. ചൊവ്വാഴ്ച അർദ്ധരാത്രിയോടെയാണ് പ്രതിയായ മലയം ചൂഴാറ്റുകോട്ട സ്വദേശി അമ്പിളി കന്യാകുമാരി SP ചുമതലപ്പെടുത്തിയ പ്രത്യേക സ്ക്വാഡിന്റെ പിടിയിലാകുന്നത്. മലയത്ത് നിന്നാണ് പ്രതി പിടിയിലായത്. കൊല്ലപ്പെട്ട ദീപുവിന്റെ ഫോൺ രേഖകൾ ഉൾപ്പെടെ പരിശോധിച്ചാണ് പ്രതിയിലേക്ക് എത്തിയത്. നെയ്യാറ്റിൻകര മുതൽ കാറിലൊപ്പമുണ്ടായിരുന്ന ചൂഴാറ്റുകോട്ട അമ്പിളി എന്ന സജികുമാർ ദീപുവിനെ കൊലപ്പെടുത്തിയ ശേഷം കടന്നുകളയുകയായിരുന്നെന്ന് പോലീസ് പറയുന്നു. കാറിൽ നിന്ന് പ്രതി പോകുന്ന CCTV ദൃശ്യങ്ങളും അന്വേഷണത്തിൽ നിർണായകമായി. ഇരുവരും തമ്മിലുള്ള ബന്ധവും പോലീസ് പരിശോധിക്കുന്നുണ്ട്. ചോദ്യം ചെയ്യലിൽ അമ്പിളിയിൽ നിന്ന് ചില നിർണായക വിവരങ്ങൾ പോലീസിന് ലഭിച്ചതായാണ് വിവരം. അതേസമയം മൊഴികളിലെ ചില വൈരുദ്ധ്യങ്ങൾ അന്വേഷണ സംഘത്തെ കുഴയ്ക്കുന്നു. കൊലപാതകത്തിന്റെ പൂർണ്ണ ചിത്രം തെളിയാൻ സമയം വേണ്ടിവരുമെന്നാണ് പോലീസ് പറയുന്നത്. പ്രതിയുമായി തമിഴ്നാട് പോലീസ് തിരുവനന്തപുരത്ത് തെളിവെടുപ്പിനെത്തും. മലയം, നെയ്യാറ്റിൻകര, ക്രഷർ യൂണിറ്റ്, ഒറ്റമരം എന്നിവിടങ്ങളിലെത്തിച്ച് തെളിവെടുപ്പ് നടത്താനാണ് തീരുമാനം. ക്രൂരമായ രീതിയിലാണ് പ്രതി കൊല നടത്തിയതെന്ന് പോലീസ് പറഞ്ഞു. കട്ടർ ബ്ലേഡ് ഉപയോഗിച്ച് കഴുത്തിൽ കുത്തിയപ്പോൾ ബ്ലേഡ് ഒടിഞ്ഞു. ഒടിഞ്ഞ ബ്ലേഡിന്റെ ഭാഗം പോലീസ് കാറിൽ നിന്ന് കണ്ടെത്തിയിരുന്നു. തുടർന്ന് കയ്യിൽ കരുതിയിരുന്ന സർജിക്കൽ ബ്ലേഡ് ഉപയോഗിച്ച് കഴുത്തറക്കുകയായിരുന്നു. മരണം ഉറപ്പുവരുത്തിയ ശേഷം പ്രതി നടന്ന് സമീപത്തുള്ള മെഡിക്കൽ ഷോപ്പിൽ കയറി. മെഡിക്കൽ ഷോപ്പിലെ CCTV ദൃശ്യം പരിശോധിച്ചപ്പോഴാണ് അമ്പിളിയെ പോലീസ് തിരിച്ചറിഞ്ഞത്. അവിടെ നിന്ന് ബൈക്കിൽ ലിഫ്റ്റ് ചോദിച്ച് കളിയിക്കാവിളയിലെത്തിയ ശേഷം ബസ്സിൽ തിരുവനന്തപുരത്തേക്ക് എത്തിയെന്നാണ് പ്രതിയുടെ മൊഴി. കാറിൽ നിന്ന് പണം എടുത്തിട്ടില്ലെന്നും പ്രതി പോലീസിന് മൊഴി നൽകി. എന്നാൽ ഇത് പോലീസ് വിശ്വാസത്തിലെടുത്തിട്ടില്ല. കാറിലുണ്ടായിരുന്ന 10 ലക്ഷം രൂപ ലക്ഷ്യം വെച്ചായിരുന്നു കൊലപാതകമെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. അതേസമയം രോഗിയായ അമ്പിളിക്ക് ഒറ്റയ്ക്ക് കൊല നടത്താനാകുമോ എന്ന ചോദ്യവും ബാക്കിയാകുന്നു. മുമ്പ് ഗുണ്ടപ്രവർത്തനത്തിൽ സജീവമായിരുന്ന അമ്പിളി നിരവധി കേസുകളിൽ പ്രതിയാണ്. കൊലപാതകവും സ്പിരിറ്റ് കടത്തും അടക്കമുള്ള കേസുകൾ ഇയാൾക്കെതിരെയുണ്ട്. ദീപുവിന്റെ കോറിക്കടുത്താണ് അമ്പിളി താമസിച്ചിരുന്നത്. ഇരുവരും അടുത്ത പരിചയക്കാരുമായിരുന്നു. പ്രതിയെ കൂടുതൽ ചോദ്യം ചെയ്യുന്നതോടെ സംഭവത്തിൽ വ്യക്തത വരുമെന്നാണ് പോലീസ് പ്രതീക്ഷിക്കുന്നത്. ന്യൂസ് 18 തിരുവനന്തപുരം.